പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഇന്ത്യയിലെ നിത്യോപയോഗ സാധനങ്ങൾക്ക് വില വർദ്ധിക്കുന്നതിന്റെ സൂചനകൾ കണ്ടു തുടങ്ങി. കുപ്പിവെള്ളത്തിന്റെ വില വർദ്ധിപ്പിക്കാൻ ബിസ്ലേരി അടക്കമുള്ള കമ്പനികൾ തീരുമാനിച്ചതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. യുദ്ധം ഉടലെടുത്ത സാഹചര്യത്തിൽ പ്ലാസ്റ്റിക് കുപ്പികളുടെയും മൂടികളുടെയും വില കുതിച്ചുയർന്നതാണ് കമ്പനികളെ ഈ തീരുമാനത്തിലേക്ക് എത്തിച്ചത്. ഇന്ത്യയിൽ കുപ്പിവെള്ളത്തിന്റെ വില 11% വർദ്ധിക്കുമെന്നാണ് സൂചന. എണ്ണവിലയിലെ വർധനവ് പോളിമറിന്റെ വില വർദ്ധിപ്പിക്കുമെന്നതിനാൽ വിപണി ഞെരുക്കത്തിലാണ്. പ്ലാസ്റ്റിക് കുപ്പി നിർമ്മാണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുക്കളിലൊന്നാണ് പോളിമർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കുപ്പിവെള്ള നിർമ്മാണ കമ്പനിയാണ് ബിസ്ലേരി. കുപ്പിവെള്ള വിപണിയുടെ 1/3 നിയന്ത്രിക്കുന്നത് ബിസ്ലേരിയാണ്. വിലവർധനവ് നടപ്പിലാക്കിയതോടെ 1 ലിറ്റർ വീതമുള്ള 12 കുപ്പികളുടെ ഒരു പെട്ടിയുടെ വില ഇപ്പോൾ 240 രൂപയായി. നേരത്തെ ഇത് 216 രൂപയായിരുന്നു. ബിസ്ലേരിക്ക് പുറമെ പാർലെ അഗ്രോയുടെ ബെയ്ലി ബ്രാൻഡും വില വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ടാറ്റ, റിലയൻസ്, കൊക്കക്കോള, പെപ്സി തുടങ്ങിയ വമ്പന്മാരും സമാനമായ നീക്കത്തിനൊരുങ്ങുന്നതായാണ് റിപ്പോർട്ടുകൾ. കഴിഞ്ഞ സെപ്റ്റംബറിൽ കേന്ദ്ര സർക്കാർ കുപ്പിവെള്ളത്തിന്മേലുള്ള GST 18% നിന്ന് 3% കുറച്ചിരുന്നു. സാധാരണക്കാർക്ക് ആശ്വാസം നൽകുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഈ നീക്കം. എന്നാൽ നിലവിലെ ഉൽപാദന ചെലവ് വർധനവ് ഈ നികുതി ഇളവിനേക്കാൾ കൂടുതലായതിനാൽ കമ്പനികൾ വില കൂട്ടാൻ നിർബന്ധിതരാകുകയായിരുന്നു. ഇന്ത്യയിലെ 140 കോടി ജനങ്ങളിൽ 70% ആശ്രയിക്കുന്ന ഭൂഗർഭജലം മലിനമാണെന്ന റിപ്പോർട്ടുകൾ നിലനിൽക്കെ ശുദ്ധമായ കുടിവെള്ളത്തിനായി കുപ്പിവെള്ളത്തെ ആശ്രയിക്കുന്നവർക്ക് ഈ വില വർധനവ് കാര്യമായി ബാധിക്കും. ഏകദേശം $5 ബില്യൺ മൂല്യമുള്ളതാണ് ഇന്ത്യയിലെ കുപ്പിവെള്ള വിപണി. ആഗോളതലത്തിൽ എണ്ണവില കുറഞ്ഞില്ലെങ്കിൽ കുപ്പിവെള്ള വില ഇനിയും വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം.